നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു യാത്ര പോയി, നമ്മൾ ഒറ്റക്കല്ല, നമ്മുടെ കോളേജിൽ നിന്ന് IV ട്രിപ്പായിട്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. നമ്മളൊരു പാക്കേജ് എടുത്തിട്ടാണ് നമ്മൾ ട്രിപ്പ് പോയത്. വെള്ളക്കൊമ്പനെ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും. വെള്ളക്കൊമ്പൻ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ട്രാവൽ കമ്പനിയാണ് ട്രിപ്പ് മാംഗോ. അവരുടെ പാക്കേജിലാണ് നമ്മൾ ട്രിപ്പ് പോയി വന്നത്. നല്ല അടിപൊളിയൊരു ട്രിപ്പ് തന്നെയായിരുന്നു. അവരും കൂടെ ഉണ്ടായിരുന്നു. നല്ല ബഡ്ജറ്റിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ട്രിപ്പ് പോയി വന്നു. ഇന്ത്യയിലോട്ട് എല്ലാ സ്ഥലങ്ങളിലോട്ടും അവർ പാക്കേജ് ചെയ്യുന്നുണ്ട്. നല്ല ബഡ്ജറ്റായിട്ട് ഫാമിലിക്കും അതുപോലെ തന്നെ IV ട്രിപ്പ്, കോളേജ് ട്രിപ്പൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യാത്ര പോകാൻ പ്ലാനൊക്കെ ഉള്ളവർ ജസ്റ്റ് ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. എല്ലാ സ്ഥലങ്ങളിലോട്ടും ഇവർ പാക്കേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് 8-ാം തീയതി വൈകുന്നേരം 4:30 കേട്ടോ. കോഴിക്കോട് നിന്ന് നമ്മൾ ട്രെയിൻ നേരെ നിസാമുദ്ദീനിലോട്ടായിരുന്നു നമ്മൾ ട്രെയിൻ. അപ്പോൾ യാത്രകൾ നമ്മൾ ട്രെയിനിൽ കുറേ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര ചെയ്തു. ട്രെയിൻ ഫുൾ എക്സ്പ്ലോർ ചെയ്തു. 2 ദിവസം നമ്മൾ മുഴുവനായിട്ട് നമ്മൾ ട്രെയിനിലായിരുന്നു. മാർച്ച് 9-ാം തീയതി മുഴുവനായിട്ടും ട്രെയിനിലായിരുന്നു. ഞങ്ങൾ 45 ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ ട്രെയിനിൽ യാതൊരു ബോറടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് പല ഫാക്ടറീസൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തതിന് ശേഷം ഒരു ഫയലിലാക്കി വെച്ചിരുന്നു. ആ ഒരു ഫയൽ എന്തോ സോഫ്റ്റ്വെയർ എന്തോ ഇഷ്യൂ ആയതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നമ്മളുള്ള വീഡിയോസ് വെച്ചാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ദിവസം ട്രെയിനിന് ശേഷം നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നതിന് ശേഷം നമ്മളവിടെ റൂം എടുത്ത് അവിടെ നമ്മളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മളവിടെ നിന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ ബസ്സിൽ വെച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് കുത്തബ് മിനാറിലോട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ എത്തിയപ്പോൾ ഒരു 11:15 ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്തൊരു വെയിൽ ഇവിടെ ഉണ്ട്. നല്ല ചൂടും ഒക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം 800 വർഷം പഴക്കമുണ്ട് ഈ ഒരു കുത്തുബ് മിനാറിന്. 1632 താജ്മഹൽ നിർമ്മിക്കുമ്പോൾ ഇതിന് ഏകദേശം 400 വർഷം പഴക്കമുണ്ട് കേട്ടോ. ഇവിടെ 2000 വർഷമായിട്ടും തുരുമ്പിക്കാത്ത ഒരു ഇരുമ്പിൻ്റെ തൂണുണ്ട്. അതാണ് ഈ ഒരു കാണുന്നത് എന്ന് പറയുന്നത്. കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന ഒരു സുൽത്താനാണ് ഈ ഒരു കുത്തുബ് മിനാർ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ 700 വർഷം മുൻപുള്ള ക്ഷേത്രങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ഈ ഒരു നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം 2 തവണ ഇത് തകരുകയും അതുപോലെ തന്നെ പുനർനിർമ്മിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 800 വർഷം മുമ്പ് നമ്മുടെ പൂർവികർ ഇതുപോലുള്ള നിർമ്മിതികളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എത്രത്തോളം നല്ല രീതിയിലുള്ള ക്രിയേറ്റീവായുള്ള നിർമ്മിതികൾ നിർമ്മിക്കണം. അതിനൊക്കെ പകരമായിട്ട് ഇതൊക്കെ ആരാണ് നിർമ്മിച്ചതെന്ന് ഒക്കെയുള്ള തർക്കത്തിലാണ് ഇപ്പോഴും. അതുപോലെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലുമില്ല. അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് ചരിത്രമൊക്കെ പഠിച്ചതിന് ശേഷം ഇത് കുറച്ച് മുഴുവനായിട്ടും നമ്മൾ ചുറ്റി കണ്ടു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് റെഡ് ഫോർട്ടിലോട്ടാണ്. അതിനുശേഷം നമ്മൾ ജുമാ മസ്ജിദൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇവിടുന്ന് തിരിക്കും. അപ്പം നമ്മളിപ്പോൾ നേരെ റെഡ് ഫോർട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ഷാജഹാൻ ചക്രവർത്തി തന്നെയാണ് ഇതും പണി കഴിപ്പിച്ചിട്ടുള്ളത്. 50 വർഷം കൊണ്ടാണ് ഈ ഒരു ഇത് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. ഇതിനോട് നേരെ അഭിമുഖമായിട്ടാണ് ഡൽഹി ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് ഡൽഹി ജുമാ മസ്ജിദ്. ഇതും 17-ാം നൂറ്റാണ്ടിൽ ഷാജഹാൻ ചക്രവർത്തി തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഇവിടെ എത്തിയത് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ വിശ്വാസികളും അതുപോലെ തന്നെ ഒരുപാട് കച്ചവടക്കാരും സഞ്ചാരികളും ഒക്കെ ഇവിടെ ഒരുപാടുണ്ട്. നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പള്ളിക്ക് ചുറ്റുമായിട്ടും ഒരുപാട് സ്ട്രീറ്റും അതുപോലെ തന്നെ ഒരുപാട് കച്ചവടങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് സ്ട്രീറ്റിലോട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഹാജി മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ഒരാളുടെ കടയുണ്ട്. മുമ്പിൽ ആളിരിക്കുന്ന ആ ഒരു സെറ്റപ്പിലുള്ളൊരു കടയാണ്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ചിക്കനും റൊട്ടിയും കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും കഴിച്ചു നോക്കാം. ഈ ഒരു കടയുടെ സെറ്റപ്പ് അടിപൊളിയാണ്. ഇതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കടകളും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഈ ഒരു സ്ട്രീറ്റിലുണ്ട്. ഡൽഹി ജുമാ മസ്ജിദിനോട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതും കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ മുഹബത്ത് സർവത്ത് കുടിക്കാൻ വന്നതാണ് കേട്ടോ. മുഹബത്ത് സർവത്ത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇയാളല്ല, അത് കുറച്ച് അപ്പുറത്താണ്. നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ എന്തായാലും അമൂലിൻ്റെ നല്ല തണുത്ത പാലും ഐസ് ക്യൂബ്സും പിന്നെ ബ്രൂഫ്സിയും വത്തക്കൊക്കെ ഇട്ടാണ്ട് അടിപൊളി ഒരു സർവത്താണ്. അപ്പോൾ അതും കുടിച്ച് നമ്മൾ ഇവിടെ സ്ട്രീറ്റിലൂടെ നമ്മൾ കറങ്ങി. ഇവിടെ നല്ല ഇതിൽ ബാഗും അതുപോലെ തന്നെ ഷൂ ഒക്കെ നല്ല റേറ്റിൽ കിട്ടും, അടിപൊളിയായിട്ട് കിട്ടും. അതുപോലെ തന്നെ സ്ട്രീറ്റിൽ നമ്മൾ കുറേ കറങ്ങിയ ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഈ ഒരു സർവത്ത് കുടിക്കുന്നത് വരെ നമ്മുടെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ രാത്രി നേരെ മണാലിയിലോട്ട് പോവാണ്. ബസ്സിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പ് കയറിയതാണ്. ഇവിടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 96 രൂപ കേട്ടോ പെട്രോളിന്. നമ്മുടെ നാട്ടിൽ 106 ഉള്ള ടൈമിൽ ഇവിടെ 96 ഉള്ളൂ. അപ്പോൾ 10 രൂപേനെ മാറ്റാണ് പെട്രോളിന്. അപ്പോൾ നമ്മൾ നേരെ മണാലിയിലോട്ട് പോവാണ്. ബസ് നമ്മുടെ വോൾവോ ബസ്സിൽ മണാലിയിലോട്ട്. പ്രധാനമായിട്ടും എല്ലാവരും മണാലിയിലെത്തുന്നത് മഞ്ഞുമൂടി കിടക്കുന്ന മലകൾ കാണാനും അതുപോലെ തന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും വ്യത്യസ്തമായുള്ള ഭക്ഷണം കഴിക്കാനും പിന്നെ ഇവിടെയുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊക്കെ ചെയ്യാനൊക്കെ തന്നെയാണ്.
നമ്മൾ പോകുന്ന റൂട്ട് ഒരു ഭാഗത്ത് പാറ പൊട്ടിച്ച് അതിൻ്റെ ഇടയിലൂടെ ഉണ്ടാക്കിയ റോഡാണ്. മറ്റേ സൈഡിൽ നല്ല താഴെയായിട്ട് പുഴയാണുള്ളത്. നമ്മളെന്തായാലും ഒരു സ്ഥലത്ത് നിർത്തി ചായയൊക്കെ കുടിച്ചതിന് ശേഷം യാത്ര വീണ്ടും തുടങ്ങി നമ്മുടെ റൂമിലോട്ടാണ്. നമ്മൾ റൂമിലെത്തി. ഈ കാണുന്നതാണ് നമ്മുടെ റൂമിൻ്റെ വിൻഡോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ് മൂടി കിടക്കുന്ന മലകൾ നമുക്ക് കാണാം. ഇതാണ്ടോ നമ്മുടെ റൂം. അകത്തുനിന്ന് ഒരു സ്റ്റെയർ കൊടുത്ത് മുകളിലായിട്ടൊരു ബെഡും അതേപോലെ തന്നെ താഴെയായിട്ടൊരു ബെഡും. ഇതിൽ നമ്മൾ 4 പേരാണ് ഈ റൂമിൽ ഉണ്ടായിരുന്നത്. റൂം നല്ല അടിപൊളി റൂം തന്നെയായിരുന്നു. ഈ ഒരു ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഫുഡും. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ നിന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം നമ്മൾ ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോകുന്നത് ഒരു സുമോയിലാണ്. ഇതേപോലത്തെ 2-3 വണ്ടിയിലാണ് നമ്മളെല്ലാവരും പോകുന്നത് കേട്ടോ. ഇവിടെ ഫുള്ള് നമ്മൾ മണാലി അതുപോലെ തന്നെ കുളു നമ്മൾ കറങ്ങാനായിട്ട് നമ്മൾ ഇതുപോലത്തെ വണ്ടിയിലാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് റിവർ റാഫ്റ്റിങ്ങിനാണ്. പാരാഗ്ലൈഡിങ്, സിപ്പ് ലൈൻ അതുപോലുള്ള ഒരുപാട് അഡ്വഞ്ചറസ് ആയുള്ള ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം റിവർ റാഫ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. റിവർ റാഫ്റ്റിംഗ് അടിപൊളി തന്നെയായിരുന്നു. 6 പേരാണ് കേട്ടോ ഒരുമിച്ചുണ്ടാവുക. അത് അവരുടെ തന്നെ ക്യാമറയിൽ എടുത്തു തന്ന വീഡിയോസാണ്. ഗോപ്രോ ഹീറോ 5 ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായുള്ള ക്ലിയർ ഉള്ളൂ. നമ്മുടെ മൊബൈൽ ഫോൺ ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് വെള്ളത്തിലാവും. നമ്മൾ തന്നെ ആകെ കുളിച്ചിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ എന്തായാലും റിവർ റാഫ്റ്റിംഗ് അടിപൊളിയായിരുന്നു. അവർ തന്നെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് 7 കിലോമീറ്ററാണ് നമ്മൾ റിവർ റാഫ്റ്റിംഗ് ചെയ്തത്. ഏകദേശം വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ അവരെടുത്ത് തന്നിട്ടുണ്ട്. മുഴുവനായിട്ടും നമ്മളിതിൽ കാണിക്കുന്നില്ല, കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം വീഡിയോയുടെ ക്വാളിറ്റി കുറച്ച് മോശമാണ്. പിന്നെ നമുക്ക് വീഡിയോ കുറച്ച് സൈസ് കുറക്കേണ്ടതും ഉണ്ട്. അതിനുശേഷം നമ്മൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഒരുപാട് എല്ലാവരും റീൽസിലും ഒക്കെ ഒരുപാട് കണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു കാണുന്ന ബ്രിഡ്ജ്. ഇവിടെ ഒരുപാട് ടിബറ്റൻ ഫ്ലാഗ് ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. ഇവരുടെ വിശ്വാസപ്രകാരം ഈ ഒരു ടിബറ്റൻ ഫ്ലാഗ്സ് ഇതുപോലെ നല്ല കാറ്റുള്ള സ്ഥലങ്ങളിലാണ് കെട്ടേണ്ടത്. ഇതിൽ ഒരു മന്ത്രം എഴുതിയിട്ടുണ്ട്, ഓം മണി പദ്മേ ഓം. അതുപോലെ തന്നെ ഓരോ നിറങ്ങളും ഓരോ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ കാറ്റുള്ള സ്ഥലങ്ങളിൽ ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു മന്ത്രത്തിൻ്റെ പവർ ഇവിടെ ഉണ്ടാവും എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. ഇവിടെ വീടുകളിലും അതുപോലെ തന്നെ വാഹനങ്ങളിലൊക്കെ ഈ ഒരു ഫ്ലാഗ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു പുഴയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു ചൂട് വെള്ളം വരുന്ന ഒരു ഉറവയും കൂടെ ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് മാൽ റോഡിലോട്ടാണ്. അവിടെ ഒരു ടിബറ്റൻ മൊണാസ്ട്രി ഉണ്ട്. ഇവരോട് തന്നെ ഒരു ടെമ്പിളാണ്. അപ്പോൾ അതെവിടെ നമുക്ക് പോകണം. അതുപോലെ തന്നെ അവിടെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ സുമോയിൽ തന്നെയാണ് പോകുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് സുമോൻ്റെ പവർ. ഇവിടെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അടിപൊളിയാണ്. ഇതിൻ്റെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ എടുപ്പിച്ചതാണ്. അതുപോലെ തന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ. മാൽ റോഡിൽ എത്തിയതിനു ശേഷം ഇതാണ് ആ ഒരു ടെമ്പിൾ. അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ഇതാണ് ടെമ്പിൾ. അവിടെ ഡയറക്ഷൻസ് കാണിച്ചിട്ടുണ്ട് പോകാനുള്ളത്. നമ്മൾ ഇതിൻ്റെ അകത്തൊന്നും കയറിയിട്ടില്ല. നമ്മളെന്തായാലും പുറത്തുനിന്ന് കണ്ടതിന് ശേഷം നമ്മൾ ഈ ഒരു മാൽ റോഡിൽ ഇവിടെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം. അതൊക്കെയാണ് നമ്മളെ അടുത്ത പരിപാടി കേട്ടോ. ഇവിടെ ഒരുപാട് പേര് ഇതുപോലെ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ ഷോക്സ്, ഡ്രസ്സ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്ത കുറച്ച് വീഡിയോസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രിയിൽ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ എടുത്ത വീഡിയോയിൽ നഷ്ടപ്പെടാത്ത ഒരൊറ്റ വീഡിയോ ഉണ്ടത്. അപ്പോൾ അടുത്ത ദിവസം, അതായത് മാർച്ച് 12-ാം തീയതി രാവിലെ തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഒരു 9:30 ആയപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോകുന്നത് മഞ്ഞിലോട്ടാണ്. അപ്പോൾ ആ മുന്നിൽ കാണുന്ന മഞ്ഞിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യം.
നമ്മൾ ഇന്നലെ പോയ അതേ വാഹനത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നും പോകുന്നത്. ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ റെൻറ്റിന് എടുക്കാൻ കിട്ടും. ഇതുപോലെ നമുക്ക് ടാക്സി ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ ബൈക്ക് അതുപോലെ തന്നെ കാറൊക്കെ നമുക്ക് ഇവിടെ റെൻറ്റിന് എടുക്കാൻ കിട്ടും. സ്കൂട്ടി ആണെങ്കിലും ഒക്കെ നമുക്ക് റെൻറ്റിന് എടുക്കാൻ കിട്ടും. അപ്പോൾ നമ്മളെന്തായാലും സ്നോയിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടേക്കുള്ള സ്നോയിലേക്കുള്ള സൂട്ട് നമ്മൾ റെൻറ്റിന് എടുക്കുകയാണ്. അതിനും ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. സിപ്പ് ലൈന് അതുപോലെ തന്നെ പാരാഗ്ലൈഡിംഗ് ഒക്കെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു സ്നോ ഉള്ള ഭാഗത്തും ഉണ്ട്. നമ്മൾ താഴെ കുളിര് കണ്ടു സ്നോ ഇല്ലാത്ത ഭാഗത്ത്, അതുപോലെ തന്നെ ഇവിടെ സ്നോ ഉള്ള ഭാഗത്തും ഇതുപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മഞ്ഞിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ബൈക്കിൽ ട്രാവൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ കേരള വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെയൊക്കെയാണ് ഇവിടെ മഞ്ഞ് വീഴ്ചയൊക്കെ ഉള്ള സീസൺ എന്ന് പറയുന്നത്. നമ്മൾ മാർച്ചിലാണ് എത്തിയത്. എന്നാലും കുഴപ്പമില്ലാത്ത മഞ്ഞും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. സ്നോഫാൾ നമുക്ക് കിട്ടിയില്ല. ഈ ഒരു ടൈമായിട്ടും മാർച്ച് മാസമായിട്ടും ഇവിടെ ഒരുപാട് യാത്രക്കാരുടെ തിരക്കുണ്ട്. അതുപോലെ തന്നെ ടാക്സി വണ്ടിയായിട്ടും അതുപോലെ തന്നെ സ്വന്തം വാഹനങ്ങളിലായിട്ടും ഒരുപാട് യാത്രക്കാർ ഇവിടെ ഉണ്ട്. നമ്മളും അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ നമ്മളെന്തായാലും ഇനി മഞ്ഞിലോട്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ്. റോഡ് സൈഡിലൊക്കെ ഇതുപോലെ മഞ്ഞ് കൂടി കിടക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ഐസായ രൂപത്തിലാണ്. കുറച്ച് കട്ടിയായിട്ട് നമുക്ക് വാരിയെടുക്കാൻ കഴിയില്ല. അപ്പം നമ്മളങ്ങനെ മഞ്ഞിലെത്തി നല്ല തരിയായിട്ടുള്ള പൊടിയായിട്ടുള്ള മഞ്ഞ് നമുക്ക് വാരി എറിയാൻ പറ്റുന്ന ഒരുപാട് ചുറ്റുഭാഗമായിട്ട് ഒരുപാട് മഞ്ഞ് മൂടി കിടക്കുകയാണ്. ചുറ്റുപാടുള്ള മലകളൊക്കെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും മഞ്ഞ് വാരി കാണിച്ചു തരാം. നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതിനകത്തുള്ള തണുപ്പൊന്നുമില്ല. നമ്മളെന്തായാലും അപ്പൊ അവിടെ ഒന്നാമത്തെ പരിപാടി ഒരു ഫുള്ള് പോത്തിനെ ഗ്രിൽ ചെയ്യാനുള്ള പരിപാടിയാണ്. ഉച്ചയ്ക്ക് 12:30 ആയപ്പോൾ നമ്മൾ മഞ്ഞിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ഇനി ആഗ്രയിലോട്ട് പോവാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡ് കഴിക്കണം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ്. നമ്മളെല്ലാ ഫുഡും നമ്മുടെ വീഡിയോ എടുത്തിരുന്നു. അതിലൊക്കെ മിസ്സായത് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിലിട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മുടെ വോൾവോ ബസ്സിൽ നേരെ നമ്മൾ ആഗ്രയിലോട്ടാണ് പോകുന്നത്. താജ്മഹലിലാണ്. അപ്പോൾ അടുത്തത് നമ്മൾ നേരെ പോകുന്നത് ആഗ്ര ഫോർട്ടിലോട്ടാണ്. നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു മുഴുവനായിട്ടും ചുവന്ന് കിടക്കുന്ന ഒരു ഫോർട്ടാണ്. എന്നാ വാസ്തുശില്പം ഇല്ലയോ? വാസ്തുശില്പം അല്ല, വാസ്തുശില്പം. ഈ വീടിനും പുരയിടത്തിനൊക്കെ വസ്തു എന്നല്ലയോ പറയുന്നത്? അത് വസ്തു, ഇത് വാസ്തു. ഷാജഹാൻ ചക്രവർത്തിയുടെ അവസാന കാലഘട്ടത്തിൽ ഇവിടെ തന്നെയായിരുന്നു മകൻ ഔറംഗസീബ് വീട്ടുതടങ്കലിൽ വെച്ചിരുന്നത്. ഇവിടെയായിരുന്നു. ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ താജ്മഹൽ നമുക്ക് കാണാൻ പറ്റും. ദൂരെയായിട്ട് താജ്മഹൽ കാണാൻ പറ്റും. ഇതുപോലെ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, അവിടെ ആ ദൂരത്ത് കാണാനാണ് താജ്മഹൽ. നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. അതിനു മുമ്പ് താജ്മഹൽ നമ്മൾ ഇവിടുന്ന് കണ്ടു. അപ്പോൾ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ താജ്മഹൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിരുന്നു ഷാജഹാൻ്റെ അവസാന കാലഘട്ടം. അതുപോലെ തന്നെ ഇവിടെ വെച്ച് തന്നെയാണ് ഷാജഹാൻ മരിച്ചിട്ടുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നേരെ താജ്മഹലിലോട്ട് പോകണം. നമ്മൾ ഗേറ്റും കാര്യങ്ങളൊക്കെ കടന്ന് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കണം. അതാണ് മെയിൻ കവാടം. അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു കവാടം കഴിയുന്നതോടുകൂടി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ലൈറ്റ് അതായത് നമുക്ക് താജ്മഹൽ പെട്ടെന്ന് കാണാൻ പറ്റുന്നൊക്കെ. അപ്പോൾ അത് ശരിയാണ്. നമ്മൾ അതുപോലെ നമ്മൾ വീഡിയോ എടുത്ത് കാണിച്ചു തരട്ടോ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു കവാടത്തിൻ്റെ അകത്തോട്ട് കയറുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ എല്ലാം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോ ഫോക്കസ് പോകും. അതുപോലെ തന്നെ താജ്മഹലിൻ്റെ അവിടെ മുഴുവനായിട്ട് വെള്ള കളറായിരിക്കും. നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്ന് ആ ഒരു താജ്മഹലിൻ്റെ ഈ ഒരു കവാടം കഴിയുന്നതോടുകൂടി പെട്ടെന്ന് തന്നെ നമുക്ക് ലൈറ്റപ്പ് ആയിട്ട് നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. പക്ഷെ നമുക്കിത് നമ്മുടെ കണ്ണിലൂടെ നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് മൊബൈൽ ഫോണിൽ മാത്രമേ ഈ ഒരു വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടോ ഇതുപോലെ താജ്മഹൽ നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ സംഭവം ഒന്നും നടപ്പില്ല. എന്തായാലും താജ്മഹൽ കാണുന്ന പോലെ അടിപൊളി തന്നെയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കൊണ്ടുവന്ന വെള്ള മാർബിൾ കൊണ്ട് മാത്രം നിർമ്മിച്ച
ഒരു പ്രണയ സമ്മാനം. ഇതിൻ്റെ അകത്ത് അവരുടെ രണ്ടുപേരുടെയും കല്ലറയുണ്ട്, ഷാജഹാൻ ചക്രവർത്തിയുടെയും അതുപോലെ തന്നെ മുംതാസിൻ്റെയും കല്ലറയുണ്ട്. അതുപോലെ തന്നെ 3 ഭാഗത്തായിട്ട് കവാടങ്ങളുണ്ട്. അതിൽ ഒന്ന് ഇപ്പോൾ ഒരു പള്ളിയായിട്ട് ആണ് നിൽക്കുന്നത്, മറ്റേത് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ മറ്റേത് മെയിൻ കവാടമായിട്ടും ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന് ചുറ്റുമായിട്ടും അതുപോലെ നല്ല ഗാർഡനൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മ്യൂസിയം കൂടി ഉണ്ട്, താജ്മഹലിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു മ്യൂസിയം കൂടി ഉണ്ട് കേട്ടോ. താജ്മഹലിൻ്റെ ചുറ്റുമുള്ള 4 മിനാരങ്ങൾ കുറച്ച് പുറത്തോട്ട് ചെരിഞ്ഞാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. എന്തെങ്കിലും കാരണം കൊണ്ട് ആ ഒരു മിനാരം പൊളിഞ്ഞു കഴിഞ്ഞാൽ താജ്മഹലിൻ്റെ മുകളിൽ വീഴാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മളെന്തായാലും താജ്മഹലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ആഗ്ര പേട അതുപോലെ തന്നെ അവിടെ ആയിട്ടുള്ള കാര്യങ്ങൾ സ്പെഷ്യലായിട്ടുള്ള മാർബിൾ കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ചൊക്കെ പർച്ചേസ് ചെയ്ത് സ്ട്രീറ്റിലൂടെ ഒക്കെ നടന്നതിന് ശേഷം നമ്മളവിടെ അന്ന് സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ നാട്ടിലോട്ട് നമ്മൾ തിരിച്ചു ട്രെയിനിൽ. നമ്മൾ നല്ല ഒരുപാട് വീഡിയോ ക്ലിപ്പുകൾ എടുത്തിരുന്നു. അതിൽ നല്ല ഇത് കുറച്ച് നോക്കി നമ്മളൊരു ഫയലിലാക്കി വെച്ചിരുന്നു. അത് നമ്മുടെ ഫോണിൽ എന്തോ സോഫ്റ്റ്വെയർ പ്രശ്നമായതുകൊണ്ട് തന്നെ അത് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി. എന്തായാലും നമ്മൾ നല്ല രീതിയിൽ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ March 14 രാവിലെ നമ്മൾ